എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ രേവതി കിച്ചണിലേക്ക് വന്നതും ചന്ദ്രമതി ആണെങ്കിൽ അവിടെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ചന്ദ്രയുടെ മുഖം കണ്ടപ്പോൾ തന്നെ നമ്മുടെ രേവതി ഒന്ന് ഞെട്ടി. എന്താ അമ്മ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ നിന്റെ അനുജത്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കും അങ്ങോട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അവള് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു വന്നപ്പം സുധിയുടെ കൈക്ക് എങ്ങനെയാണ് പരിക്ക് പറ്റിയതെന്ന് ചോദിച്ചു. എടി നീ ഒരുപാട് അഭിനയിക്കുകയൊന്നും വേണ്ട, നീ അവളോട് പറഞ്ഞ കാര്യങ്ങളും അവള് അതൊക്കെ നന്നായി എന്നുള്ള കാര്യങ്ങളും പറഞ്ഞതും ഉൾപ്പെടെ ഞാൻ ഇവിടെ കേട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നീ വലിയ സംസാരമൊന്നും സംസാരിക്കണ്ട. ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഈ വീട്ടിലുള്ള ആൾക്കാർക്കെതിരെ നീ തുടങ്ങിയല്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് ചന്ദ്ര പിന്നെ അങ്ങ് തുടങ്ങി. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയുടെ അമ്മായിയമ്മ പോരും മുറുകി ഇങ്ങ് വരികയാണ്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, നിന്റെ അച്ഛനും നീയും ഒക്കെ ഈ വീട്ടുകാരെ കുറിച്ചും എൻ്റെ കെട്ടിയോനൊരു പാവപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കി തന്നെയല്ലേ എൻ്റെ കെട്ടിയോന്റെ മുന്നിൽ നിന്റെ അച്ഛൻ വന്ന ആ വണ്ടിക്ക് മുന്നിൽ അടവെച്ചത്. എന്തായാലും മനഃപൂർവ്വം നീയൊക്കെ ചേർന്ന് അങ്ങനെയുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതാണെന്ന് എനിക്ക് ഇപ്പോഴാടി മനസ്സിലായത്. ഇതുപോലെ തന്നെ നിന്റെ അനുജത്തി എന്ന് പറയുന്നവളുണ്ടല്ലോ, ഇപ്പൊ ഈ വന്നിട്ട് പോയ ശൃംഗാരി, അവള് എൻ്റെ ശ്രീകാന്തിനെ വിളിച്ച് അവനുമായിട്ട് എന്താടി സംസാരം എന്ന് ചോദിച്ചു. ചന്ദ്രമതിയുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ട് കഴിയുമ്പം അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ശ്രീകാന്തും എൻ്റെ അനുജത്തിയും നല്ല ഫ്രണ്ട്സാണ്, അവർ ആ ഒരു രീതിയിൽ മാത്രമേ ഇടപഴകുന്നുള്ളൂ എന്ന് രേവതി മറുപടി കൊടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിലോ കലി അടക്കാൻ പറ്റുന്നേ ഇല്ല. ചന്ദ്ര പറഞ്ഞു, അടുപ്പം ഭയങ്കര അടുപ്പം തന്നെയാണ്. നീ എങ്ങനെ ഈ വീട്ടിൽ കയറി പറ്റിയതെന്ന് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതല്ലേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടുകാരുമായിട്ട് ഒരു കാരണവശാലും യോജിക്കാത്തൊരു ബന്ധമായിരുന്നു നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും. പിച്ചക്കാരെ പോലെ കഴിഞ്ഞിരുന്ന നിങ്ങള് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അത് നിന്റെ അച്ഛൻ തന്ത്രപൂർവ്വം കളിച്ചൊരു കളിയാണെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. എൻ്റെ രവിയേട്ടനെ പറ്റിച്ച് ഈ വീട്ടിൽ കടന്നുകൂടിയവളല്ലേ നീ എന്നൊക്കെ നമ്മുടെ രേവതിയുടെ മുഖത്ത് നോക്കിയിട്ട് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ രേവതി പറഞ്ഞു, അമ്മ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഞങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഈ വീട്ടിൽ വന്ന് താമസിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നിന്റെ അച്ഛൻ അതൊക്കെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാടി എൻ്റെ കെട്ടിയോന്റെ വണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ കൂടി ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സഖി കെട്ട് നിൽക്കുകയാണ് നമ്മുടെ രേവതിക്ക് ശരിക്കും എന്ത് പറയണമെന്നും ഇവരോട് എന്ത് പറഞ്ഞാലാണ് ഇവര് തന്നെ വിശ്വസിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവളിങ്ങനെ നിന്ന് സങ്കടപ്പെടുകയാണ്. അങ്ങനെ ചന്ദ്രമതി വായി വരുന്ന കാര്യങ്ങളും അവളുടെ അനുജത്തിയെക്കുറിച്ച് വളരെ മോശമായിട്ട് തന്നെ സംസാരിച്ചു. അങ്ങനെ നമ്മുടെ രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് നേരെ റൂമിലേക്ക് പോയി അവിടെ ഇരുന്ന് കുറച്ചു നേരം കരഞ്ഞു കേട്ടോ. അത് കഴിയുമ്പോഴാണെങ്കിലോ അവൾ ഒരു തീരുമാനം എടുത്തതുപോലെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയമ്മയും ദേവും ക്ഷേത്ര പരിസരത്ത് തന്നെ ഉണ്ട്. അവർ ആ ഒരു മാലയൊക്കെ കെട്ടിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രേവതി ആണെങ്കിൽ എന്തോ ഒരു ഇത് സംഭവം പോലെ ആരെയും മൈൻഡാതെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നത്. ചേച്ചി എന്ന് പറഞ്ഞ് ദേവു പിന്നാലെ കൂടുന്നുണ്ടെങ്കിലും രേവതി ആണെങ്കിലോ നമ്മുടെ ദേവുവിനെയോ ലക്ഷ്മിയമ്മയോ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാണ്ട് അവളങ്ങ് കയറി പോവാണ്. അങ്ങനെ അവിടെ ചെന്നതും ലക്ഷ്മിയമ്മ പിന്നാലെ വിളിക്കുകയാണ്, എടി മോളെ നീ അവിടെ നിൽക്ക്, ദൈവമേ ഇനി സച്ചിയായിട്ട് എന്തെങ്കിലും വഴക്കിട്ടിട്ടാണോ ഇവൾ ഇറങ്ങി പോകുന്നത്, അവളുടെ മുഖത്ത് നല്ല സങ്കടമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മ അവളുടെ പിന്നാലെ കൂടുക. അങ്ങനെ രേവതി അവിടെ വെച്ചിരുന്ന ഒരു കുടം വെള്ളം എടുത്ത് തൻ്റെ തലേക്കുടങ്ങ് ഒഴിച്ചു. അതിനുശേഷം ആ ക്ഷേത്ര നടയിൽ വെച്ചിരുന്ന ഭസ്മം എടുത്ത് നെറ്റിയിലും ഇട്ടു. എന്നിട്ട് അവിടെ അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഈ കാഴ്ച കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ലക്ഷ്മിയമ്മയും അതുപോലെ ദേവും കൂടെ രേവതി ചേച്ചി ഇങ്ങനെ ചെയ്യരുത്, മോളെ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടുപേരും നമ്മുടെ രേവതിയെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ ഇതൊന്നും കേൾക്കാതെ ആ ഒരു കാര്യം തന്നെ ഇങ്ങനെ തുടർന്ന് ചെയ്യാണ്. മോളെ എനിക്ക് പേടിയാവുന്നടി, ഇവൾക്ക് എന്തൊക്കെയോ ഒരു സങ്കടം ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മിയമ്മ ഒരേ കരച്ചിൽ കരയാണ്. അങ്ങനെ ആ ക്ഷേത്രത്തിലെ തിരുമേനി അവിടെ എത്തി. പുള്ളിക്കാരൻ വന്നതും, ഇതെന്താ ഇത് ഈ കാണുന്നത്, മോൾക്ക് എന്തൊക്കെയോ ഒരു സങ്കടം ഉണ്ടല്ലോ. തിരുമേനി ഞങ്ങൾ വിളിച്ചിട്ട് പോലും മോള് മിണ്ടുന്നില്ല, ഇനി എന്താ ചെയ്യേണ്ടത്, തിരുമേനി ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുമ്പം, വേണ്ട ലക്ഷ്മി, അവൾ എന്തോ ഒരു സങ്കടത്തിലാണ്, ആ സങ്കടവും അതിനുള്ള കാരണങ്ങളും ഒക്കെ അവൾ ദേവിയോട് പറയട്ടെ, ദേവി തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നും പറഞ്ഞ് തിരുമേനി ഇവരെ വിലക്കുകയാണ്. അങ്ങനെ ഇവളുടെ ഈ ഒരു ചടങ്ങ് അതങ്ങ് തീരാതെ വരുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ ദേവു നീ എളുപ്പം തന്നെ സച്ചിയെ വിളിച്ചിട്ട് ഒന്ന് വരാൻ പറയും മോളെ.
അങ്ങനെ ദേവു പൂക്കടയിലെത്തി. അവിടെ നിന്നും അവളുടെ ഫോൺ എടുത്ത് സച്ചിയെ വിളിക്കുക. ഈ സമയമാണെങ്കിലോ നമ്മുടെ സച്ചി ഒരു ഓട്ടം പോയിരിക്കുകയാണ്. അങ്ങനെ സച്ചി പറഞ്ഞു, എന്താ ദേവു, എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, ചേട്ടൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? മോളെ, ഞാൻ ഓട്ടത്തിലാണല്ലോ, എന്താ നീ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, ചേട്ടാ ഇവിടെ ചേച്ചി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിലെത്തിയെങ്കിൽ എന്താ, അവള് തൊഴുത് കഴിയുമ്പോഴത്തേക്കിനും അവള് തിരികെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അതല്ല ചേട്ടാ, ചേച്ചി ഇവിടെ ശയന പ്രദക്ഷിണം ചെയ്യുകയാണ്. ചേച്ചിക്ക് എന്തൊക്കെയോ സങ്കടമൊക്കെ ഉണ്ട്. ഏട്ടനൊന്ന് ഇവിടെ വരെ വരുമോ എന്ന് ചോദിക്കാം. അപ്പം ഇവള് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പം സച്ചിക്ക് ശരിക്കും സങ്കടമായി. സച്ചി വിചാരിച്ചു എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, എന്തായാലും പോയിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ ആ ഒരു വിളിച്ച ഓട്ടം വരെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ സച്ചിയാണെങ്കിലും നേരെ ക്ഷേത്രത്തിലെത്തുകയാണ്. അവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച, രേവതി ആണെങ്കിൽ ഇങ്ങനെ ശയന പ്രദക്ഷിണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അവളുടെ അടുത്ത് പോയിട്ട് നമ്മുടെ സച്ചി പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ചെവിക്കൊള്ളാതെ രേവതി ആകെ ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ, ഞങ്ങൾ പാവപ്പെട്ടവരാടാ, ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ മോളാണെങ്കിൽ ഈ പൂക്കടയിൽ ഇരുന്ന് പോലും പട്ടിണി കിടന്ന സമയത്ത് പോലും ആരോടും ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. ഒരുപാട് ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അതൊക്കെ സഹിച്ചും തരണം ചെയ്തും തന്നെയാണ് എൻ്റെ മോള് മുന്നോട്ട് പോയത്. ഇപ്പൊ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം അത് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പൊ ദേവു ആണെങ്കിലോ, ചേട്ടന്റെ കാര്യത്തിൽ അന്ന് ചേട്ടൻ ജയിലിൽ പോകുമെന്ന് വിചാരിച്ചിട്ടാ ചേച്ചി ആ സത്യങ്ങളൊക്കെ പറയാതിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ചേട്ടാ, അല്ലാതെ ചേട്ടനെ കളിപ്പിക്കണമെന്നൊന്നും എൻ്റെ ചേച്ചി വിചാരിച്ചിട്ടില്ല. എൻ്റെ ചേച്ചി ഒരു പാവമാണ്, ചേട്ടൻ ചേച്ചിയോട് പിണങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിലും നമ്മുടെ സച്ചിയോട് കോംപ്രമൈസിന് ചെല്ലാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ മതി രേവതി നിർത്തന്നും പറഞ്ഞിട്ട് അവൾ അങ്ങ് പിടിച്ചു. എന്നിട്ട് രേവതിയെ പതി അങ്ങ് എഴുന്നേൽപ്പിക്കുകയാണ്. മതി, ദേ അമ്മയും ദേവും ഒക്കെ പറയുന്നത് കേട്ടില്ലേ, എന്താടി ശരിക്കും സംഭവിച്ചതെന്ന് അവളോട് ചോദിക്കുമ്പോഴാണെങ്കിലോ അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ശരിക്കും പറഞ്ഞാൽ നല്ല അവശതയുണ്ട്. അങ്ങനെ അവിടെ ഒരു പടിയിൽ പോയി ഇരുന്നിട്ട് രേവതി നമ്മുടെ സച്ചിയുടെ തോളിലേക്ക് ചാഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പം തന്നെ നമ്മുടെ സച്ചിക്ക് കാര്യം പിടികിട്ടി. വീട്ടിൽ തക്കതായ എന്തോ ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. അതിന് കാരണക്കാരി തൻ്റെ അമ്മയാണ് എന്നുള്ളതിൽ പിന്നെ പ്രശ്നം വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ രേവതിയെ സമാധാനിപ്പിച്ച് നമ്മുടെ സച്ചി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അവിടെ വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു ശ്രുതിയും സുധിയും കൂടെ ചന്ദ്രമതി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സൂപ്പൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പം ശ്രുതി പറയുന്നുണ്ട്, അതെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ, അമ്മ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. കാര്യം എന്തൊക്കെയാണെങ്കിലും നാക്കൊക്കെ കുറച്ച് കൂടുതലാണെങ്കിലും നമ്മുടെ രേവതി ഉണ്ടാക്കുന്ന ഫുഡ് സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പുകഴ്ത്തുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞത് അമ്മ കേൾക്കണ്ട കേട്ടോ, അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ അവളെ ഇങ്ങനെ വിലക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണ് നമ്മുടെ സച്ചി രേവതിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നത്. ചന്ദ്രമതി ആണെങ്കിലോ ആ ഹാളിൽ നിന്നും ഇങ്ങനെ തിരിയാൻ പോകുന്ന സമയത്ത് നിക്കെന്ന് അവിടെ പറഞ്ഞു. സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അമ്മേ അവിടെ നിക്കെന്ന് പറഞ്ഞതും നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ തിരിഞ്ഞു. എന്താ എന്നോട് നിക്കാൻ പറഞ്ഞത്? അതെ, നിങ്ങളൊന്ന് അവിടെ നിന്നേ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ഒച്ചപ്പാട് കേട്ടിട്ട് ശ്രുതിയും കൂടെ റൂമിന് വെളിയിൽ ഇറങ്ങി. രണ്ടുപേരും വന്നിട്ട് ചോദിച്ചു, അല്ല ഇവിടെ എന്താ ഒരു ബഹളം? അല്ല ഈ രേവതിയുടെ മുഖത്ത് എന്താ ഭയങ്കര ഒരു ക്ഷീണം ഉണ്ടല്ലോ, ഇവൾക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശ്രുതി ഇങ്ങനെ ചോദിച്ചതും നമ്മുടെ സച്ചി അങ്ങ് തുടങ്ങി, ഈ വീട്ടില് ഇവളും ഇവിടുത്തെ മരുമകൾ തന്നെയാണ്, അവളോട് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ഈ സച്ചി സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. നീ ഇതെന്തൊക്കെയാടാ ഈ പറയുന്നത്? ഞാൻ എന്ത് പറഞ്ഞെന്നാ നീ പറയുന്നത്? അമ്മേ, ഇവളിപ്പോൾ എവിടെയായിരുന്നെന്നും അവൾ എത്ര ദുഃഖത്തിലായിരുന്നു എന്നുള്ളതും നേരി കണ്ടിട്ടാ ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മര്യാദക്ക് സത്യം പറയും, നിങ്ങൾ എന്ത് പറഞ്ഞ എൻ്റെ ഭാര്യയെ കരയിപ്പിച്ചതെന്ന് സച്ചി അവരോട് ചോദിക്കുക. ഇപ്പൊ ഞാൻ കരയിപ്പിച്ചതായോ പ്രശ്നം? 3-4 ദിവസം മുന്നേ ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് നീയാണല്ലോ അവളെ ഇട്ട് വട്ടം കറക്കിയത്, അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലേ എന്ന് ചന്ദ്രമതി തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിലോ ഞാൻ എന്തെങ്കിലും പറയുന്നത് പോലെയല്ല, അവളെ മറ്റൊരാളും ഒരു അനാവശ്യം പറയാനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നമ്മുടെ രേവതിയെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ ചന്ദ്രമതി നീ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. എന്തായാലും പോട്ടെന്നേ, ഇനി ആരോടും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് രേവതി നമ്മുടെ സച്ചിയെ സമാധാനിപ്പിച്ച് സച്ചിയെ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ സച്ചി പറഞ്ഞു, ദേ ഇപ്പൊ ഈ ഡ്രസ്സ് മുഴുവനും നനഞ്ഞായിരിക്കുന്നത്, നീ ഇതൊക്കെ ഒന്ന് മാറ്, ഞാൻ നിനക്ക്
അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങൾ എന്തായാലും ഓട്ടം പോകുന്നതല്ലേ, നിങ്ങൾ ഓട്ടത്തിന് പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ച് അവനെ വണ്ടി ഓടിക്കാനായിട്ട് വിടുകയാണ് രേവതി. അങ്ങനെ പുള്ളിക്കാരി ഇരുന്ന് ചിന്തിക്കുന്നു ഈ ഒരു ജീവിതത്തെക്കുറിച്ച്. അത്തരത്തിലുള്ള ഒരു വിശേഷമാണ്. ഇതിന്റെ ബാക്കി കഥയുമായിട്ട് എത്തുന്നത് വരെ എല്ലാവരും കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഓക്കേ.